മികച്ച കളക്ഷനോട് കൂടെ ബ്രഹ്മയുഗം മൂവി ബ്ലോക്ക് ബസ്റ്റർ ആണ്. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീരഗാഥ, ചില ഓർമ്മപ്പെടുത്തലുകളാണ് കുറച്ച് പോയിന്റ്സ് രൂപത്തിൽ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ചിത്രത്തിൽ ഫുൾ ടൈം അഭിനയിച്ചത് വെറും 3 പേർ. സിനിമയിൽ വിനോദ ഉപാധികളായ ഘടകങ്ങൾ ഒന്നുമില്ല. അഭിനയിച്ചവർക്കാർക്കും ഒരു ഷർട്ട് പോലുമില്ല, ഉടുമുണ്ട് മാത്രമാണ് വേഷം. സിനിമയിൽ നായികയില്ല. 2 സീനുകളിലായി 5 മിനിറ്റിനുള്ളിൽ വന്നു പോകുന്ന ഒരു സ്ത്രീ കഥാപാത്രമുണ്ട്. പക്ഷേ ആ കഥാപാത്രത്തിന് സംഭാഷണങ്ങളുമില്ല. 3 ലൊക്കേഷനുകളിലായി ചിത്രീകരണം. 1 വരിക്കാശ്ശേരി മര, 2 ഒളപ്പമണ്ണ മന, 3 ആതിരപ്പള്ളി വാഴച്ചാൽ കാടുകൾ. സിനിമ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സിനിമ സ്കോപ്പ് അല്ല 3/4. കൂടെ ഇറങ്ങിയ സിനിമകൾ ഹൗസ്ഫുൾ ഷോകളുമായി മുന്നേറുന്നു. കേരളത്തിൽ വിതരണം ചെയ്തവർ ഒരു തുണ്ട് പത്ര പരസ്യം പോലും ചെയ്തില്ല. ചിത്രത്തിന് മതിയായ പോസ്റ്ററുകളോ ഫ്ലക്സുകളോ ഹോർഡിങ്സുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആകെയുള്ളത് നായക വില്ലന്റെ ഫസ്റ്റ് ലുക്ക് നൽകിയ മാരക ഹൈപ്പ്. ആ ഒരു ബലത്തിൽ ലോകം മുഴുവൻ 37 രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത് റെക്കോർഡിട്ടു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ റിലീസ് ചെയ്തു. ആദ്യ വീക്കെൻഡിൽ 32 കോടി രൂപ നേടി കളക്ഷൻ നേടി 2024 ഏറ്റവും വലിയ തുടക്കവും കുറിച്ചു. പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ് എന്നീ യുവതാര ചിത്രങ്ങൾ ഗംഭീര കളക്ഷൻ നേടിയിട്ടും 10 ദിവസം കൊണ്ട് 50 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടി. ഇന്ത്യയിൽ ആദ്യമായി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം 50 കോടി തിയേറ്റർ കളക്ഷനും നേടി റെക്കോർഡിട്ടു. 25 കോടി രൂപക്ക് 5 ഭാഷകളിലെയും OTT റൈറ്റ്സ് സോണി ലൈവ് സ്വന്തമാക്കി. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീരഗാഥയുമായി ചിത്രം ഇപ്പോഴും മുന്നേറുന്നു. ഒരേ ഒരു പേര്, മെഗാസ്റ്റാർ മമ്മൂട്ടി. ഇതൊക്കെയാണ് ബ്രഹ്മയുഗം മൂവിയുടെ വീരഗാഥ. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ഇന്ത്യക്ക് പുറത്ത് ഈ ഒരു ചിത്രം വിതരണം ചെയ്തിട്ടുള്ളത്. അവരുടെ മാക്സിമം പീക്ക് ലെവൽ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് വേൾഡ് വൈഡ് ഇത്രയും വേഗത്തിൽ ചിത്രത്തിന് 50 CR ഇടം പിടിക്കാൻ സാധിച്ചത്. കേരളത്തിൽ ആൻഡ്രോ ജോസഫ് മികച്ച പ്രൊമോഷൻ പോലും ചെയ്യാതെ ഈ ഒരു ചിത്രത്തെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. തിയേറ്ററും ഈ ഒരു ചിത്രത്തിന് റിലീസിങ് കാര്യങ്ങളെല്ലാം കേരളത്തിൽ കുറവായിരുന്നു. അത് ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള കേരള കളക്ഷൻ നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ടും ചിത്രം അതിവേഗത്തിൽ 50 CR ഇടം പിടിച്ചെങ്കിൽ മമ്മൂക്കയുടെയും അതുപോലെ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിൻ്റെയും മാർക്കറ്റിംഗ് കൊണ്ട് മാത്രമാണ്. ഈ വിഷയത്തെക്കുറിച്ചും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.